തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച പറ്റി. ശസ്ത്രക്രിയ ചെയ്ത രോഗിയുടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയെന്ന പരാതി. തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയ രോഗിയുടെ നെഞ്ചിലുള്ളത് 50 സെന്റിമീറ്റർ നീളം വരുന്ന ട്യൂബ് കാട്ടാക്കട മലയൻകീഴി സ്വദേശി റസിയ മൻസലിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ പിഴവ് പറ്റിയത്. റസിയുടെ പ്രതികരണം ആദ്യം കേൾക്കാം. എനിക്ക് 2023 എനിക്കൊരു തൈറോയിഡിൻ്റെ ഇതായിട്ട് ജനറൽ ആശുപത്രിയിലെ രാജീവ് കുമാർ ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എനിക്കൊരു തൈറോയിഡിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ ഡോക്ടറെ കാണിച്ച് എത്രയും പെട്ടെന്ന് ഗ്രന്ഥിയോടെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്ത് മാറ്റി. അപ്പം ഈ സർജറി സമയത്ത് എനിക്കൊരു ശ്വാസമുട്ടുണ്ടായി. അങ്ങനെ എന്നെ ICUയിലായി. പിന്നെ 8 ദിവസം ICUയിലായിരുന്നു. ICUയിൽ കിടക്കുക എനിക്ക് 4 ദിവസത്തോളം ബോധമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാൽഷ്യം കുറവായിരുന്നു. അങ്ങനെ കാൽഷ്യം കുറവായി ട്രിപ്പ് കൊടുക്കാൻ എനിക്ക് വെയിൻ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എന്നെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇവർ വെയിൻ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഫെമറൽ വെയിനായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുക എനിക്ക് 8 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ പോയി. ഈ 2 വർഷക്കാലമായിട്ട് ഞാൻ ഈ ഡോക്ടറെ തന്നെ വീണ്ടും ഇടയ്ക്ക് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു കഫക്കെട്ടുണ്ടായപ്പോഴത്തേക്ക് വീട്ടിനടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിച്ച് ഒരു എക്സ്റേ എടുത്തായിരുന്നു. ആ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ഒരു സ്ട്രെങ്ത് കിടക്കുന്നതായിട്ട് അവർ ചോദിച്ചു, എന്തെങ്കിലും ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ ഉടനെ എന്നെ സർജറി ചെയ്ത ഡോക്ടറിനെ കൊണ്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കി ഇതെങ്ങനെ പറ്റി, ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് സർജറി ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇതെങ്ങനെ പറ്റിയെന്ന് ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക വേറെ ഡോക്ടേഴ്സിനെയൊക്കെ അവിടെ വെച്ച് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പേടിക്കാനൊന്നുമില്ല, ഇത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു തരാം, പേടിക്കേണ്ട ഇതൊന്നുമില്ല, ഇത് വിഷയമൊന്നും ആക്കണ്ട അങ്ങനെ പറഞ്ഞു. ഇത് വേറെ പേടിക്കാനുള്ള കീഹോൾ വഴി എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഡോക്ടർ തന്നെ ശ്രീചിത്രയിലത്തേക്ക് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തതെന്ന് അവിടെ നമ്മളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരു CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തപ്പോഴത്തേക്ക് അതിൽ എൻ്റെ 2 വർഷക്കാലം ആയതുകൊണ്ട് എൻ്റെ ശരീരമായി ഇത് ഒട്ടിപ്പോയി. ഹാർട്ടിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചു. ഈ ട്യൂബ് 50 സെൻറ്റിമീറ്റർ നീളമുണ്ട് ഈ ഒരു സ്ട്രെങ്തിന്. അപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഹാർട്ടും ശരീരമായിട്ടൊരു ഒട്ടിപ്പോയി എന്നാ പറഞ്ഞു. ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പം ഡോക്ടർ ഇതിനിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം വിളിക്കുന്നൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയതല്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അത് കുഴപ്പമില്ല, കിടക്കട്ടെ, ശരീരത്തിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വയറൊക്കെ ഇടണം. അപ്പം ഞാൻ അത് അറിഞ്ഞുകൊണ്ടിരുന്നത്, ഇത് അറിയാതെ പറ്റിയതാണ്. അപ്പം ഞാൻ പറയും എനിക്കിനി ഗ്യാരൻറ്റി. അപ്പം ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഇത് കുഴപ്പമില്ല, ഇത് അങ്ങനെ പേടിക്കാനുള്ളതൊന്നും അല്ല എന്നാ പറയണത്. ഞാൻ ചോദിച്ച് എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, അത് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ പോലും ഒരു ഉറപ്പില്ല, അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്നാ ചോദിക്കുന്നത്. ഗുരുതര ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, കോഴിക്കോട് ഹർഷനയുടെ സംഭവമാണ് നമുക്കിപ്പോൾ മനസ്സിലേക്ക് ഓർമ്മയിൽ വരുന്നത്. റസിയ ഇത്രയും നാളും ഈ ശരീരത്തിൽ 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് ശരീരത്തിൽ കിടക്കുകയാണ്. ഡോക്ടറുടെ പിഴവാണ്. ആ ഡോക്ടറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഡോക്ടർ പിന്നീട് നടത്തിയ പ്രതികരണങ്ങൾ, ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ഇല്ല എന്ന് പറയാൻ പോലും ഡോക്ടർക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ റസിയ അനുഭവിക്കുന്നുണ്ട് അമൽ? രജീഷ, അത്യന്തം ഗുരുതരമായ ഒരു പ്രശ്നമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. 2023 മാർച്ച് 22-നാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. ഈ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം പിന്നീട് 7 ദിവസത്തിന് ശേഷം അവർ ആശുപത്രി വിടുകയും ചെയ്തു. അതിനിടയിൽ വെന്റിലേറ്റർ സഹായം അടക്കം തേടിയിരുന്നു. അതിനുശേഷമാണ് അവർ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ പോയതിനു ശേഷം ആദ്യഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവർക്ക് തുടർച്ചയായി ശ്വാസം മുട്ടലുണ്ടായി. അതോടൊപ്പം തന്നെ കഫക്കെട്ടിൻ്റെ പ്രശ്നം നിരന്തരമായി ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ഒരു എക്സ്റേ എടുക്കാൻ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചത്. അങ്ങനെ കാട്ടാക്കട ഒരു ക്ലിനിക്കിൽ പോയി അവർ ആദ്യം ചികിത്സ തേടി. ആ സമയത്ത് എക്സ്റേ എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് ശരീരത്തിനുള്ളിൽ ഒരു ട്യൂബ് ഉണ്ട് എന്ന്. നെഞ്ചിൻ്റെ ഏകദേശം ഈ ഭാഗത്തു നിന്ന് തുടങ്ങിയ ഒരു ട്യൂബ് നമുക്ക് ആ എക്സ്റേയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ വട്ടമിട്ട് കാണിക്കുന്ന ആ ഒരു ഭാഗമാണ്. അവിടെ മുതൽ തുടങ്ങി ഇങ്ങനെ ഏകദേശം വയറിൻ്റെ താഴെ അടുത്തെത്തും വരെയുള്ള ദൂരം, അത്രയും സ്ഥലത്ത് ഇങ്ങനെ ഒരു ട്യൂബ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എക്സ്റേയിൽ ഒരു വള്ളി പോലെ ഇങ്ങനെ അത് കിടക്കുകയാണ്. അത് ആ കിടക്കുന്ന ട്യൂബിന് 50 സെൻറ്റിമീറ്റർ നീളം എന്നുള്ളതാണ് ഡോക്ടർമാർ ഈ രോഗിയോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വെള്ള നിറത്തിൽ കാണുന്ന ഒരു വര പോലെ കാണുന്നുണ്ട്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന, അതാണ് ട്യൂബ്. നീളമുള്ള ട്യൂബാണ് അമൽ. അപ്പോൾ ഈ ഡോക്ടർ എങ്ങനെ സംഭവിച്ചു എന്നാണ് അതൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി പോലും നൽകാൻ ഡോക്ടർക്കും കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അമൽ?
ഈ രോഗി നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചത് കേട്ടതാണ്. ഇവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇവർ ഡോക്ടറോട് വീണ്ടും സംസാരിച്ചിരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആശുപത്രിയിലേക്ക് എത്തിയാലും മതി, ഈ പ്രശ്നം പരിഹരിച്ചു തരാം, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഈ ട്യൂബ് നീക്കം ചെയ്തു തരാം എന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ളതാണ് ഈ രോഗി നമ്മളോട് പറയുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് പലവട്ടം എത്തി, പക്ഷേ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല, ഈ ട്യൂബ് പുറത്തേക്ക് എടുക്കാനും കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നീട് ശ്രീധരടക്കമുള്ള മറ്റ് ആശുപത്രികളിലേക്ക് ഇവർ പോയത്. അവിടെ ചെന്ന സമയത്ത് ഈ ട്യൂബ് റിമൂവ് ചെയ്യാൻ കഴിയില്ല, ഇതെടുത്ത് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യം ഇവർ അറിയിച്ചു. അതെടുത്ത് മാറ്റിയാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഈ ഡോക്ടറോട് വീണ്ടും ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഇത് അവിടെ ഇരുന്നാലും കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു ശരീരത്തിലുള്ള ഒരു അവയവമല്ല, പുറത്തുനിന്നും വന്ന ഒരു അവയവമാണ്. നമ്മൾ കോഴിക്കോടത്തെ കത്രിയൊക്കെ വയറ്റിൽ കുടുങ്ങിപ്പോയതുപോലെ ഇവരുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ശസ്ത്രക്രിയ നടത്തി വെച്ച് കെട്ടിയ ചെയ്യുന്നത് കാര്യങ്ങളെ അമൽ. കാരണം ഇങ്ങനെ ഇടുന്ന മറ്റ് വസ്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചികിത്സയുടെ ഭാഗമായി ശരീരത്തെ ഇടുന്ന ഇത്തരം മറ്റ് ഈ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ അതോടെ കൈപ്പിഴ മൂലം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ കൺസേൺ, ആശങ്കയാണ് അവർ പറയുന്നത്, ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷേ സംഭവിക്കില്ല എന്ന് ഡോക്ടർ ഉത്തരവും നൽകുന്നില്ല. അപ്പോൾ ഇനി എന്താണ് റസിയയ്ക്ക് മുന്നിലുള്ള വഴികൾ? രാജീവ് കുമാർ, നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരമൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, DMO അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DMO ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചില പിഴവുകൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരും സമ്മതിക്കുന്നുണ്ട്. DMOയുടെ ഓഫീസിൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു രോഗിയാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ്. നമ്മൾ അല്പം മുമ്പ് പ്രതികരണം കേട്ട റസിയ എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള നമ്മൾ ഈ കോഴിക്കോട് ഹർഷനയുടെ വിഷയമായാലും ആലപ്പുഴയിലെ അനീഷിന്റെ കുഞ്ഞിന്റെ വിഷയം ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ ഡോക്ടർമാർ പലപ്പോഴും ഇത് അഡ്മിറ്റ് ചെയ്യില്ല. കാരണം അവർ സില്ലി എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷേ എന്താണ്, നമുക്കൊരു ജീവൻ കൊടുക്കാൻ കഴിയില്ല, അത് നഷ്ടപ്പെടുത്താൻ പാടുള്ളതുമല്ല. അപ്പോൾ ഓരോ ജീവനുകളും അത് കൈകാര്യം ചെയ്യണം. രോഗികളെ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് സർജറി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച് എന്താണ്, ഡോക്ടറും ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഡോക്ടറെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു അമൽ? നമുക്ക് ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഡോക്ടർക്ക് മുകളിലുള്ള ഉന്നത സംവിധാനവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. DMOയുടെ ഓഫീസിൽ നമുക്ക് ആരോഗ്യ സംവിധാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. DMOയുടെ ഓഫീസിൽ കൃത്യമായി തന്നെയുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുന്നു. ഈ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിലുള്ളത്. ഇനിയിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. ഈ ഡോക്ടറുടെ ഒരു പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രോഗി പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഡോക്ടറെ അറിയിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അത് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു കാര്യം അറിയിക്കുന്നു. അപ്പോൾ ഏറ്റവും അവസാനം റസിയ പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോൾ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അവരുടെ ഈ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ള എക്സ്റേയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കൈവശമുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഇങ്ങനെയൊരു ട്യൂബ് അകത്ത് കിടക്കുന്നതായി എക്സ്റേയിൽ പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്ന കാര്യമാണ്. മാത്രമല്ല ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടർമാർ വലിയ തോതിലുള്ള ഇടപെടൽ, നമ്മൾ ഹർഷനയുടെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഹർഷനയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വർഷങ്ങളായി നീണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. അപ്പോൾ ഇത് ആരോഗ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് ഈ കുടുംബം പോകുന്നുണ്ടോ? റസിയയ്ക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് ലഭ്യമാകുന്നുണ്ടോ? റസിയ അങ്ങനെ ഒരു പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഈ പരാതിയിൽ നടപടിയില്ല എങ്കിൽ DMOയുടെ ഓഫീസിലെത്തി പരാതി നൽകാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇവരെ കാണാൻ കഴിഞ്ഞത്. ഇവർ ആശുപത്രിയിലെത്തി ഇപ്പോൾ DMOയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ, പ്രശ്നപരിഹാരത്തിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളതാണ് കുടുംബമടക്കം പറയുന്നത്. അവരിപ്പോഴും DMO ഓഫീസിൻ്റെ അവിടെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അരമണിക്കൂർ മുമ്പ് വരെ അവരവിടെ ഉണ്ടായിരുന്നു. DMOനെ നേരിട്ട് കാണാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം അടിയന്തരമായി വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. സാധാരണ നിലയിൽ ഇത്തരം പ്രശ്നം ാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്യുന്നതാണ്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിലേക്കും എത്തിയിട്ടുണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. DMOയുടെ മുമ്പിലുള്ള പരാതി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നീതി ലഭിക്കണം, ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണം, നഷ്ടപരിഹാരം ഉണ്ടാകണം, വിദഗ്ധ ചികിത്സ റസിയയ്ക്ക് ആരോഗ്യവകുപ്പ് തന്നെ നൽകുകയും വേണം.